ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് B1 ലെവലിലും അതുപോലെ A2 ലെവലിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രാമർ പോർഷനാണ്. അതായത് ഇത് നമുക്ക് A2വിൽ ജസ്റ്റ് എന്താണ് ഈ റിലേറ്റീവ് സ്റ്റാറ്റ്സ് എന്നും അതുപോലെ തന്നെ എങ്ങനെ സെൻറ്റൻസ് മേക്ക് ചെയ്യാമെന്നും ഒക്കെയാണ് പറയുന്നത്. B1 ആകുമ്പോൾ നമ്മൾ ഇതിനെ കൂടുതലും ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ രണ്ട് ലെവലിലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രാമർ പോർഷനാണിത്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള എങ്ങനെയൊക്കെയാണ് നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ടിപ്പ് ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെ സെൻറ്റൻസ് മേക്ക് ചെയ്യാമെന്നും വളരെ പെട്ടെന്ന് എങ്ങനെ പഠിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വരുന്നത് നമുക്ക് റിലേറ്റീവ് സ്റ്റാറ്റ്സിന് കുറച്ച് റൂൾസ്, അതായത് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് റിലേറ്റീവ് സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെൻറ്റൻസിനെ റിലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസിനെയാണ് അല്ലെങ്കിൽ സ്റ്റാറ്റ്സ് അല്ലെ പ്രൊണോമിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് സ്റ്റാറ്റ്സ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നേബൻ സ്റ്റാറ്റ്സിലായിരിക്കും. നേബൻ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ സെൻറ്റൻസിലായിരിക്കും നമ്മൾ റിലേറ്റീവ് സ്റ്റാറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് നേബൻ സ്റ്റാറ്റ്സിൽ ആർട്ടിക്കിൾ ആഡ് ചെയ്തതുകൊണ്ട് വെർബ് എപ്പോഴും ആമണ്ടയിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നൗണാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആ നൗണിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ ആർട്ടിക്കിളിനും ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ആർട്ടിക്കിൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെയാണ് ഇനി ഇപ്പോൾ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ മസ്റ്റായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ബെസ്റ്റിംഗും ഓൺ ബെസ്റ്റിംഗും ആർട്ടിക്കിൾ എന്നൊക്കെ പഠിച്ച പോലെ തന്നെയാണ് ഇവിടെയും റിലേറ്റീവ് സ്റ്റാറ്റ്സിനും ആർട്ടിക്കിൾ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രൽ, പ്ലൂറൽ എന്നും തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നൊമിനാറ്റീവ്, അക്വസാറ്റീവ്, ഡാറ്റീവ്, ഗെനറ്റീവും എന്നും തിരിച്ചിട്ടുണ്ട്. ഗെനറ്റീവ് B1 ലെവലിൽ പഠിക്കുന്ന ഒരു ഗ്രാമാറ്റിക് പോർഷനാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കിങ്ങനെയായിരിക്കും തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കേസിലും എങ്ങനെയാണ് ആർട്ടിക്കിൾ വരുന്നതെന്ന് നോക്കാം. നൊമിനാറ്റീവ് കേസിൽ വരുമ്പോഴത്തേനും ദർ, ദി, ടാസ്, ദി എന്നാണ് വരുന്നത്. അതായത് എങ്ങനെയാണോ നൊമിനാറ്റീവ് കേസിൽ നമ്മൾ വെസ്റ്റിംഡ് എഴുതുന്നത് അതുപോലെ തന്നെയാണ് വരുന്നത്. അടുത്തത് അക്വസാറ്റീവ്. അക്വസാറ്റീവിൽ വരുമ്പോൾ സെയിം രീതി തന്നെയാണ്. ദെൻ, ദി, ടാസ്, ദി എന്നാണ് വരുന്നത്. ഡാറ്റീവിൽ ദെം, ദർ, ദെം, പ്ലൂറലാകുമ്പം ദെനൻ എന്നാണ് വരുന്നത്. ഗെനറ്റീവ് ആകുമ്പോഴത്തേനും ദേസൻ, ദേരൻ, ദർസൻ, ദരൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ അറിഞ്ഞിരുന്നാലേ ഉള്ളൂ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. മാത്സ് ഈസ് ദ മൈൻ സ്റ്റുഡൻറ്റ്, ഈസ് ഇൻ്റലിജൻറ്റ് ഓണ്ട് ക്ലൂം. അതായത് മാത്സ് എൻ്റെ സ്റ്റുഡൻ്റാണ്, അവൻ ഇൻ്റലിജൻറ്റുമാണ് അതുപോലെ സ്മാർട്ടുമാണ്. ഇത് രണ്ട് സെൻറ്റൻസാണ്. ഈ രണ്ട് സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് റിലേറ്റീവ് സ്റ്റാറ്റ്സ് ആയിട്ട് ഒരൊറ്റ സെൻറ്റൻസിൽ എഴുതുന്നത് നോക്കാം. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമ്മൾ റിലേറ്റീവ് സ്റ്റാറ്റ്സ് എഴുതുമ്പം ആരെയാണോ അല്ലെ ഏത് പേഴ്സൺ അല്ലെങ്കിൽ ഏത് വസ്തുവിനെയാണോ നമ്മൾ അവിടെ റിലേറ്റീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് ആ ആളിൻ്റെ ആർട്ടിക്കിളായിരിക്കും നമ്മൾ നേബൻ സ്റ്റാറ്റ്സിൽ നമ്മൾ റിലേറ്റീവ് പ്രൊണോമനായിട്ട് ആഡ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെ എഴുതുന്നത് നോക്കാം. മാത്സ് ഈസ് മൈൻ സ്റ്റുഡൻറ്റ്, അത് അത്രയും എഴുതുക. എന്നിട്ട് കോമ, അത് കഴിഞ്ഞ് എന്താണ്, സ്റ്റുഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് ആരാ, മാത്സിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഇൻ്റലിജൻറ്റുമാണ് ക്ലുങ്ങുമാണ്. അപ്പോൾ അവനെ നമ്മൾ എന്താണ്, അവൻ്റെ ആർട്ടിക്കിൾ, മാത്സിൻ്റെ ആർട്ടിക്കിൾ എന്താണ്, മസ്കുലിനാണ്. അപ്പോൾ ദർ വരും. കോമ, ദർ ഇട്ടിട്ട് ബാക്കി എന്താണോ ഇൻ്റലിജൻറ്റ് ഓൺ ക്ലൂങ് എന്ന് എഴുതി കഴിഞ്ഞ് വെർബ് എന്താണ്, ആമണ്ടയിൽ പോകും. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത എക്സാമ്പിൾ കൂടെ നോക്കാം. ദിസ് ഈസ് മൈൻ ബ്രോദർ, ദർ ഇൻ ബെർലിൻ ആർബൈറ്റഡ്. അതായത് അതെൻ്റെ ബ്രോദറാണ്, അവൻ ബെർലിനിലാണ് ആർബൈറ്റസ്റ്റ് ചെയ്യുന്നത്, അതായത് ആർബൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്രോദറിനെ പറഞ്ഞുകൊണ്ട് അവിടെ ദർ എന്നുള്ളതാണ് റിലേറ്റീവ് സ്റ്റാറ്റ്സ് ആയിട്ട് പ്രൊണോമൻ വന്നത്. കോമ കഴിഞ്ഞ് ദർ വന്നു, അവസാനം ആർബൈറ്റസ്റ്റ് എന്നുള്ള വെർബ് ആമണ്ടയിലും പോയി. അടുത്ത എക്സാമ്പിളാണ് ദസ് ഈസ് മൈ ഷോൺ, ദർ ക്ലോങ് ഈസ്റ്റ്. അപ്പോൾ ഇത് ഇത്രയും നൊമിനാറ്റീവ് കേസിലെ സെൻറ്റൻസ് മേക്കിംഗ് ആയിരുന്നു. ഇനി അക്വസാറ്റീവിൽ എങ്ങനെയാണ് എക്സാമ്പിൾ എന്ന് നോക്കാം. അപ്പോൾ അക്വസാറ്റീവിൽ വരുമ്പോൾ നമ്മുടെ ആ റിലേറ്റീവ് പ്രൊണോമൻ എന്താണ്, അക്വസാറ്റീവ് ആർട്ടിക്കിളിലേക്ക് അങ്ങ് മാറ്റണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കാം. മൈൻ ഫ്രൗ ഈസ് ഷോൺ,
ഇഷ് ലീബെ സി. 2 സെൻറ്റൻസ് ആണ്. ഒറ്റ സെൻറ്റൻസ് ആക്കുമ്പം meine Frau ist schon, die ich liebe. ഓക്കെ, അത്രയേ ഉള്ളൂ വരുന്നുള്ളൂ. അതായത് വെർബൊന്നും വേറെ വെർബ് ലീബെ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുവാണ്. ദി എന്ന് മാത്രമായിട്ട് വന്നത് എന്തുകൊണ്ടാണ്? അക്യൂസാറ്റീവിലും അതിൻ്റെ പ്രൊണോമൻ എന്താണ്? ദി എന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ദി വന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളോട് നോക്കാം. Das ist die Frau. Ich finde ihn klug. അപ്പോൾ എന്താണ്? 2 സെൻറ്റൻസ് ആണ്. ഒറ്റ സെൻറ്റൻസിലേക്ക് ആക്കുമ്പം das ist die Frau, die ich klug finde. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആമണ്ടയിൽ വെർബ് പോയി. അടുത്തതാണ് ഡാറ്റീവ്. ഡാറ്റീവ് വരുമ്പോഴത്തേനും എന്താണ്? ഡാറ്റീവ് പ്രൊണോമൻ ആയിരിക്കും റിലേറ്റീവ് സ്റ്റാറ്റ്സ് അല്ലാതെ നെബൻ സ്റ്റാറ്റ്സിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, das ist meine Freundin, ich habe ihr mein Buch gegeben എന്ന് 2 സെൻറ്റൻസ് ഉണ്ട്. അതിനെ റിലേറ്റീവ് സ്റ്റാറ്റ്സിലേക്ക് ആക്കുമ്പോഴത്തേനും das ist meine Freundin എന്ന് എഴുതുക. അത് കഴിഞ്ഞ് കോമ, പിന്നെ എന്നാ ഫ്രോയിൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഫ്രോയിൻഡിൻ്റെ ആർട്ടിക്കിൾ ദർ. അപ്പം ദർ എന്നാണ് ആഡ് ചെയ്തത്. ദർ ഇഷ് മൈനെ ബുക്ക് ഗെഗേബൻ ഹാബൻ. അതായത് ദർ എന്താണ്? ദർ പറഞ്ഞെങ്കിൽ അവിടെ ശരിക്കുള്ള ആർട്ടിക്കിൾ ദീ ആണ്. ദീനെ നമ്മൾ ദർ എന്നാവും ആർട്ടിക്കിളിലേക്ക് മാറ്റുമ്പോഴത്തേക്കും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളോടെ ഉണ്ട്. ദസ് ഈസ് ദ ഷോൺ ഇഷ് ഹെൽപ്പ് ഹിം. അതായത് അത് എൻ്റെ സണ്ണാണ്, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തു. അതപ്പോൾ എന്ത് വരും? ദസ് ഈസ് ദ ഷോൺ. ആദ്യത്തെ സെൻറ്റൻസ് അതെവിടെ എഴുതിയിട്ട് കോമ ദെം ഇഷ് ഹെൽപ്പ്. ദർ എന്നുള്ള ഷോണിൻ്റെ ആർട്ടിക്കിൾ ഡാറ്റീവിലേക്ക് ആയപ്പം ദെം എന്നായി. ഇഷ് ഹെൽഫെ വെർബ് ആമണ്ടയിലും പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നോക്കേണ്ടത് ആരെയാണോ അവിടെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, നമ്മൾ പേഴ്സണെയാണോ അതോ തിങ്സിനെയാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ആർട്ടിക്കിൾ നെബൻ സ്റ്റാറ്റ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വെർബ് ആമണ്ടയിലും ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. റിലേറ്റീവ് സ്റ്റാറ്റ്സ് വളരെ എളുപ്പമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിയേഴ്സ്.